നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി നീലേശ്വരം നഗരസഭയിലെ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. മുനിസിപ്പൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ചെയർമാൻ പി മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ജനങ്ങളിലേക്ക് നേരിട്ടെത്തി അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് വികസന സംവാദങ്ങളിൽ അവരെ പങ്കാളികളാക്കി അതുവഴി നയരൂപീകരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്ന പദ്ധതിയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി. ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നീലേശ്വരം നഗരസഭയിലെ വളണ്ടിയർമാർക്ക് ഏകദിന പരിശീലനം നൽകിയത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന പദ്ധതിയാണ് നീലേശ്വരം കച്ചേരികൾ പാലം. ഒരു മാസം മാസത്തോടുകൂടെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടു. ഇത്രയും കാശ് സർക്കാരിന് ചെലവഴിക്കപ്പെട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ പ്രയോജനം അതിലൂടെ യാത്രക്കാർക്കും അവിടെ താമസിക്കുന്നവർക്കും കിട്ടണം. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ പ്രദേശത്തുകാരുടെ അഭിപ്രായത നിങ്ങൾ പരിശോധിക്കും. ഇപ്പോ കച്ചവട പ്രതിനിധികളോട് വന്നു നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മൾ പറയും ഇതാ ഈ പാലം വന്നതുകൊണ്ട് നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന എന്റെ ഗതാഗത സൗകര്യത്തിന് തടസ്സമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതവർ പറഞ്ഞാൽ അത് അവരുടെ റെസ്പോൺസാണ്, പ്രതികരണം. വിവിധ വാർഡുകളിൽ നിന്നുള്ള കൌൺസിലർമാരും പരിപാടിയിൽ പങ്കെടുത്തു. നിർവഹണ സമിതി അംഗങ്ങളായ കെ വി രാമകൃഷ്ണൻ, കെ വി സുധാകരൻ, വിജയൻ കാന, വി ജഗദീഷ്, കെ വി ഭരതൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സംസ്ഥാന സാമൂഹ്യ സന്നദ്ധ സേനാംഗങ്ങളായ സന്നദ്ധ പ്രവർത്തകർ ഓരോ വാർഡിലുമുള്ള വീടുകൾ, ഫ്ളാറ്റുകൾ, മറ്റ് താമസ സ്ഥലങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ, തൊഴിൽശാലകൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് കൂട്ടായ്മകൾ, ബസ്, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി പഠന റിപ്പോർട്ട് തയ്യാറാക്കും. ഓരോ വാർഡിലും 4 സന്നദ്ധ പ്രവർത്തകരെയാണ് ഇതിനായി നിയോഗിക്കുന്നത്. പ്രതിഫലം കൂടാതെ പ്രവർത്തിക്കുന്ന ഇവർക്ക് അംഗീകാര സൂചകമായി അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. പ്രാദേശിക വികസന ആവശ്യങ്ങൾ, നിലവിലുള്ള പദ്ധതികളുടെ പോരായ്മകൾ, ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ, സർക്കാർ സംരംഭങ്ങളെക്കുറിച്ചുള്ള പൊതു അഭിപ്രായങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് സാമൂഹ്യ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളെയും പ്രതിപാദിക്കും. 2026 മാർച്ച് മാസം 31 തീയതിയോടെ പഠന റിപ്പോർട്ട് പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ സാധിക്കും വിധമാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.